ഈ ഒരു ഷോറൂമിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാത്തരം ഫർണിച്ചറുടെയും കളക്ഷൻ വരും. സോഫകളുടെ ക്വാളിറ്റി ആണെങ്കിലും അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിലും ഒക്കെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പ്രീമിയം സോഫകൾ 25,000 രൂപ മുതലാണ് ഇവിടെ പ്രൈസ് ആരംഭിക്കുന്നത്. പ്രീമിയം ഡൈനിങ് ടേബിളുകൾ 24,000 രൂപ മുതലാണ് ഇവിടെ പ്രൈസ് ആരംഭിക്കുന്നത്. ആർക്കിടെക്ട്സിനും ഇന്റീരിയർ ഡിസൈനേഴ്സിനും ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് അവരുടെ പാർട്ട്ണറായിട്ട് ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. പ്രീമിയം ബെഡ്റൂം സെറ്റുകൾ 25,000 രൂപ മുതൽ അവിടെ പ്രൈസ് ആരംഭിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ക്വാളിറ്റി ഉള്ള ഫർണിച്ചർ കാണിക്കുമ്പോൾ പലരും പറയാറുണ്ട് അഫോർഡബിൾ പ്രൈസിന് ക്വാളിറ്റി ഉള്ള ഫർണിച്ചർ കിട്ടണമെന്ന്. ഇത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള ഫർണിച്ചർ, അതും ക്വാളിറ്റിയിൽ അഫോർഡബിൾ പ്രൈസിന്. നമ്മൾ വന്നിരിക്കുന്നത് കടോടി ഫർണിച്ചർ വർഷങ്ങളായിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പാരമ്പര്യത്തിന്റെ അണ്ടറിൽ വരുന്ന ഫോർമൽ ലിവിംഗിലാണ്, കുറ്റിക്കാട്ടൂർ കേട്ടോ. എന്താല്ലേ ഫർണിച്ചറുകൾ. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്കൽ. ഈ ഒരു ഷോറൂമിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാത്തരം ഫർണിച്ചറുകളെയും കളക്ഷൻ വരും. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവമാണ് ഈ കൺസോൾ യൂണിറ്റുകൾ. അത് സിമ്പിളായിട്ട് എലഗൻ്റ് ആയിട്ട് അവിടെ കാണാൻ പറ്റും. മാർബിൾ ടോപ്പിൽ, മെറ്റൽ ലെഗിൽ. അതുപോലെ തന്നെ ഓരോ ഫർണിച്ചറും ലിവിങ്ങിൽ വരുന്ന എക്സ്ട്രാ സോഫകൾ അല്ലെങ്കിൽ എക്സ്ട്രാ ഇതുപോലുള്ള ചെയറുകൾ അത് എത്രത്തോളം എലഗൻ്റ് ആയിട്ടാണ് ചെയ്തതെന്ന് നോക്കി. ഇമ്പോർട്ടഡ് വുഡിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ സോഫകളുടെ ക്വാളിറ്റി ആണെങ്കിലും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിലും ഒക്കെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നമുക്കറിയാം ആർക്കിടെക്ട്സ് ആണെങ്കിലും ഇന്റീരിയർ ഡിസൈനേഴ്സ് ആണെങ്കിലും ക്വാളിറ്റിയുള്ള ഫർണിച്ചർ തരുമ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങിൽ പോലും അതിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി അതിനകത്ത് വേണം. അത് നിങ്ങൾക്ക് ഇവിടെയുള്ള ഓരോ ഫർണിച്ചറുകളും കാണാൻ പറ്റും. ഓരോ സോഫകളിലേക്ക് നോക്കുകയാണെങ്കിലും ഒരു ആർക്കിടെക്ട്സോ ഇന്റീരിയർ ഡിസൈനറോ അവരുടെ എക്സിക്യൂഷൻ പാർട്ണറായിട്ട് തന്നെ ഇവർക്ക് മാറാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ ഫർണിച്ചറുകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു എൽ ഷേപ്പ് സോഫയിൽ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഹെഡ് റെസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആർക്കിടെക്ട്സിനും ഇന്റീരിയർ ഡിസൈനേഴ്സിനും ഉപകാരപ്പെടുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് അവരുടെ പാർട്ട്ണറായിട്ട് ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഫർണിച്ചറുകളൊക്കെ ആകുമ്പോൾ അത് എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് പോകാന്നുള്ളത് ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അതിനുള്ള ഒരു സൊല്യൂഷനാണ് നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ഇത് കണ്ടില്ലേ, ഒരു ക്ലാസിക് ടേബിളും അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലെ ചെയറുകളും. ഇതിൻ്റെ ചെയറിൻ്റെ ഭംഗി നമുക്ക് എടുത്ത് കാണാൻ പറ്റും. ഒരു പ്രീമിയം ലുക്കുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് നമുക്ക് കാണുന്നത്. ഇനിയിപ്പോൾ മോഡേൺ ലുക്കിലേക്ക് വേണമെങ്കിൽ അതും ഇവിടെ ഒരുപാടുണ്ട്. നല്ല മോഡേൺ ടേബിളുകളും അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സോഫകൾ സെറ്റ് ചെയ്തു. ഈ സോഫകളൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അതിലുപയോഗിച്ചിരിക്കുന്ന ഫാബ്രിക്, അതിൻ്റെ സ്റ്റിച്ചിങ് ക്വാളിറ്റി, അതുപോലെ അതിനുമപ്പുറം ഡിസൈൻ ക്വാളിറ്റി. പലരും പിൻട്രസ്റ്റിൽ നിന്നൊക്കെ മോഡലെടുത്ത് അല്ലെങ്കിൽ മോഡലിൽ നെറ്റിൽ നിന്നൊക്കെ സെർച്ച് ചെയ്ത് അത് അയച്ചു കൊടുക്കും. അത് നിങ്ങൾക്ക് അതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സാധ്യമാണ്. ഇതേ നോക്കി, ഒരു അടിപൊളിയായിട്ടുള്ള സോഫ. ഈ ഒരു സോഫ ഇതുപോലെ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് കിട്ടിയ ഒരു കസ്റ്റമൈസേഷൻ ആണെങ്കിലോ അത് അതുപോലെ ചെയ്തു തരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് വലുത് വേണം, ഇതിന് ഹൈറ്റ് കൂട്ടി വേണം, ഇതിന് കളർ ചേഞ്ച് വേണം, എന്താണെങ്കിലും ഓക്കെയാണ്. ഈ ഒരു സോഫയുടെ ഭംഗിക്കും അപ്പുറം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്വാളിറ്റിയാണ്. ഉപയോഗിച്ചിരിക്കുന്ന സ്പ്രിങ്ങുകൾ, അതുപോലെ റെക്രോണുകൾ, അതുപോലെ ഇതിൻ്റെ ഓരോ എലമെൻറ്റും ഓരോ ആക്സസറിയിലും ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ ചെയ്യുന്ന ടീം തന്നെയായിരുന്നല്ലോ കടോടി. അവരുടെ ഒരു വെഞ്ചർ തന്നെയാണ് ഈ ഫോർമാൽ ലിവിങ്. ഇത് കണ്ടില്ലേ, കളർ ചേഞ്ച് ആണ്, കളർ വേരിയേഷൻ ആണ്. ബേജ് കളറിൽ നിങ്ങൾക്ക് ഇതേ ഒരു ക്വാളിറ്റി, ഇതേ ഒരു ഫീൽ ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യമാണ് ഫർണിച്ചറിൻ്റെ കൂടെ നമുക്ക് ഫാബ്രിക്കിന് പകരം ലെതറുകൾ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി റെക്സിന് കൊണ്ടുള്ള മെറ്റൽ ഫർണിച്ചറുകൾ. അതിനുള്ള ഒരു സാമ്പിൾ തന്നെയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ലെഗ് കണ്ടില്ലേ, വുഡിൽ ഒരു ബട്ടർഫ്ലൈ സ്റ്റൈലിൽ ചെയ്തു. ഇനി ഇപ്പോൾ ട്രെൻഡിങ് എന്ന് പറയാൻ കാരണം മൊബൈൽ ഫോൺ ഹോൾഡർ, അതുപോലെ നല്ല ക്വാളിറ്റിയിലെ ലെതറുകൾ, അല്ലെങ്കിൽ ഇതുപോലെ ഫോൺ ഹോൾഡർ, ഫോൺ സപ്പോർട്ടിങ് ആക്സസറീസ് വെക്കാനുള്ള സൗകര്യം. ഇനി ഇതൊക്കെ വരുമ്പോൾ ഹെഡ് ബോർഡിൽ നല്ല റെക്സിൻ വരുന്ന അല്ലെങ്കിൽ കുഷൻ വരുന്ന രീതിയിൽ ഇതുപോലുള്ള കട്ടിലുകൾ, ഇതൊക്കെയാണ് ഇപ്പോൾ പലരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വീടുകളിൽ ഉപയോഗിക്കുന്ന മുമ്പ് ഉണ്ടായിരുന്ന രീതിയിൽ വുഡൻ ഹെഡ് ബോർഡ് അല്ലെങ്കിൽ വുഡൻ തല വെക്കുന്ന ഭാഗം വുഡ് വരുന്നതിൽ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്ന ഇതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, കൂടുതൽ സമയം ഇരിക്കാം, മൊബൈൽ യൂസ് ചെയ്യാം, എല്ലാം തലക്ക് നല്ല സപ്പോർട്ട് തന്നെ. അതുപോലെ ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വാർഡ്രോബ്സ് ഒരു ബെഡ്റൂം സെറ്റ് പോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും.
നല്ല ഗ്ലാസ് ഡോറുകൾ കൊടുത്തിട്ടുണ്ട്, നല്ല ഗോൾഡൻ പ്രീമിയം ഹാൻഡിലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊക്കെ ഫർണിച്ചർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവരെ ബന്ധപ്പെടാവുന്നതാണ്. വീടാകുമ്പോൾ ചെയറുകൾ പല രീതിയിൽ വേണം. ഡൈനിങ് ചെയർസ് വേണം, ലിവിങ്ങിന് വേണം, അതുപോലെ ബെഡ്റൂമുകളിലേക്കൊക്കെ വേണം. അതിന് വ്യത്യസ്തമായിട്ടുള്ള ചെയറുകളുടെ നല്ലൊരു കളക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഒരു സെലക്ഷൻ ഏരിയ ഒരു ഗാലറിയിൽ തന്നെയാണ് നമ്മളുള്ളത്. സാധാരണക്കാർക്കും പ്രീമിയം ഫർണിച്ചറുകൾ അന്വേഷിക്കുന്നവർക്കും നല്ലൊരു ചോയ്സ് സെലക്ഷൻ ഇവിടെയുണ്ട്. ഈ കാണുന്ന മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ കണ്ടില്ലേ, ഇതിൻ്റെ ലെഗൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എലഗൻറ്റ് ഫീൽ നമുക്ക് കാണാൻ പറ്റും. ലക്ഷറി പ്രീമിയം പ്രൊഡക്റ്റുകൾ അഫോർഡബിൾ പ്രൈസിൽ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഫർണിച്ചർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപത്തിൽ മാത്രമല്ല, അതിലുപയോഗിക്കുന്ന സ്പ്രിങ്ങുകളിലാണെങ്കിലും റെക്രോണുകളിലാണെങ്കിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ആർക്കിടെക്ട്സ് ആണെങ്കിലും സെലക്ട് ചെയ്യുന്നത് ഫർണിച്ചർ ക്വാളിറ്റിക്കും അതുപോലെ ഇതുപോലെ എലഗൻ ഡിസൈനുമാണ്. അതിൻ്റെ കളക്ഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഷോറൂമിൽ തന്നെ ക്ലാസിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും വേണമല്ലോ. മോഡേൺ ലുക്കിലുള്ള പ്രൊഡക്റ്റുകൾ ലഭിക്കുന്നതോടുകൂടി ക്ലാസിക് ഐഡിയാസും ലഭിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്, ഫോർമ ലിവിങ്. ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഇവിടെയുള്ള ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഡീറ്റെയിൽ ഇവിടെ മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു വീട്ടിലേക്കുള്ള ഡൈനിങ്ങിന് വേണ്ട ഫർണിച്ചർ ആണെങ്കിലും അതുപോലെ തന്നെ ലിവിങ്ങിലേക്കാണെങ്കിലും ബെഡ്റൂമിലേക്കാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു വീടാകുമ്പോൾ ഒരുപാട് രീതിയിലെ ഫർണിച്ചറുകൾ വേണം, ചെയറുകൾ വേണം, സോഫകളൊക്കെ വേണമെന്ന് പറഞ്ഞല്ലോ. കളക്ഷൻ എന്ന് പറഞ്ഞതാ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങ് സെലക്ട് ചെയ്ത് പോകാൻ പറ്റും. സോഫകളൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്നത് അതുപോലെ സ്ലിം ആയിട്ടുള്ള മോഡലാട്ടോ. അതിൽ നല്ല ക്വാളിറ്റി റെക്സിന് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലെതറിലൊക്കെ വന്നിരിക്കുന്ന മോഡലായി കാണുന്നത്. അതുപോലെ ഡൈനിങ് ടേബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഡൈനിങ്ങിന് ഏറ്റവും സിമ്പിൾ എലഗൻ്റ് ആയിട്ടുള്ള മാർബിൾ ടോപ്പ് ട്രെൻഡിങ് ആണ്. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ചെയറുകൾ കൂടിയാണ് ഇവിടെ കാണുന്നത്. ഊഞ്ഞാലിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഊഞ്ഞാലാണ് ഇപ്പം താരം. മിക്ക വീട്ടിലൊരു ഊഞ്ഞാലുണ്ടാകും. ഈ ഒരു സോഫ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിൻ്റെ ഭംഗി കണ്ടില്ലേ? നിങ്ങൾക്ക് പലപ്പോഴും നെറ്റിൽ ഓൺലൈനിലൊക്കെ കണ്ടിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ അതേ ഒരു ഭംഗിയിൽ തന്നെ നിർമ്മിച്ച് തരണമെന്ന് പറയുകയാണെങ്കിൽ അതിവിടെ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതാ ഒരു കോർണർ സോഫ കണ്ടില്ലേ, എന്താ ഭംഗി. ഇതിൽ വെച്ചിരിക്കുന്ന ഫാബ്രിക്കിനും പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഫാബ്രിക് ചൂസ് ചെയ്യുമ്പോൾ ഇന്ന് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. കളറിൽ മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റിയിലും. നമ്മളിതാ ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ വുഡനിൽ വരുന്നുണ്ട്, അതുപോലെ മാർബിൾ ടോപ്പിൽ വരുന്നുണ്ട്. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ ആ വുഡനായിട്ടുള്ള ഇതുപോലെ സെൻറ്റർ ടേബിളിനും പ്രാധാന്യമുണ്ട്. പലപ്പോഴും സോഫ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ടേബിളുകളെ കുറിച്ച് ചിന്തിക്കാറില്ല. സോഫയ്ക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ വേണം ടേബിളുകളും ചൂസ് ചെയ്യാൻ. ഈ ഒരു മോഡേൺ ഐഡിയ കണ്ടില്ലേ, ഈ ഒരു സോഫയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഈ സോഫനെ കുറിച്ച് എടുത്തു പറയണം. ആംറസ്റ്റിൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റിച്ചിങ് വർക്കാണ്. അതുപോലെ ലെഗ് മെറ്റലിലാണ് വന്നിരിക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഇത് ഉപകാരപ്പെടും. അതുപോലെ ഈ ഒരു കെയിൻ സ്റ്റൈലിൽ വരുന്ന വുഡുകൾക്ക് ഇപ്പോൾ ആർക്കിടെക്ട്സ് ഒരുപാട് തിരഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. അവർക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ്. സോഫകൾ എന്ന് പറഞ്ഞാൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സോഫകളിൽ വരുന്നുണ്ട്. അതിനനുസരിച്ചുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എലഗൻസി. അത് ഏതൊരു ഫർണിച്ചറിനും അതിൻ്റെ ഒരു ബ്യൂട്ടിയിലേക്ക് കൊണ്ടുവരും. എത്രയും സിമ്പിളായിട്ടുള്ള ഒരു സോഫ നമുക്കറിയാം, ഇതിൽ അത്യാവശ്യം ഒരു ഫാമിലിക്ക് ഇരിക്കാൻ പറ്റും. അതിന് ഇത്ര ചെറിയതോ മതിയോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കംഫർട്ടായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. പല രീതിയിൽ നമുക്കിത് കാണാൻ പറ്റും. ഇതുപോലുള്ള ലൈറ്റ് ഡിസൈന്, ക്ലാസിക് ഡിസൈന്, അതുപോലെ മോഡേൺ കണ്ടംപററി ഈ ഡിസൈനിലൊക്കെ ഫർണിച്ചറുകൾ ഇന്ന് ഒരുപാട് വരുന്നുണ്ട്. മോഡേൺ രീതിയിലുള്ള ഫർണിച്ചറുകൾ അത് ബെഡ്റൂം സെറ്റ് ആണെങ്കിൽ എങ്ങനെയുണ്ടാവും? ഈ കാണുന്നത് കണ്ടില്ലേ, ഭംഗിയുള്ള ഒരു ബെഡ്റൂം സെറ്റാണ്. ഇതൊരു വൈറ്റ് ബേജ് കളറിലേക്ക് അല്ലെങ്കിൽ ഒരു കോഫി കളറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഡിസൈനാണ്. ഇതിൻ്റെ കൂടെ അതുപോലെ തന്നെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡോറുകളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചറിയാം, ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു റൂമിൽ ജസ്റ്റ് കൊണ്ടുപോയി വെച്ചാൽ തന്നെ ഒരു ബെഡ്റൂം ഇൻറ്റീരിയർ അവിടെ കിട്ടും. വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം ഡിസൈനാണ്, അല്ലെങ്കിൽ ഒരു ബെഡ് കോട്ട് ഡിസൈനാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തല്ലേ ഭംഗി! സാധാരണ രീതിയിൽ പലപ്പോഴും ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ നേരെ നമ്മൾ അങ്ങ് ഏതെങ്കിലും ഡിസൈനൊക്കെ കൊണ്ടുവെക്കും. ഇപ്പോൾ ആർക്കിടെക്ട്സൊക്കെ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കെയിൻ ഡിസൈനാണ്, അതുപോലെ നല്ല വുഡൻ ഡിസൈൻ. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എലഗൻ്റ് ആണ്, ലൈറ്റ് ആണ്, ആ റൂമിന് വേറെ ആംബിയൻസ് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെയുള്ള മറ്റൊരു മോഡലാണ്. ഇതിന് രണ്ട് സൈഡിലും ചെറിയൊരു ലെഗ് ഹൈറ്റിൽ കൊടുത്തിരിക്കുന്നു. ഒരു ക്ലാസിക് ടച്ച് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഒരു ലെഗ് സപ്പോർട്ട് നമുക്ക് കാണാം. ഇങ്ങനെ വരുന്ന ഡിസൈനുകളൊന്നും നിങ്ങൾ അധികം തിരഞ്ഞു നടക്കണ്ട. ഇതുള്ളത് കടോടിയുടെ ഫോർമ ലിവിങ്ങിലാണ്, കുറ്റിക്കാട്ടൂർ. ഇതാ മോഡേൺ ലിവിങ്, മോഡേൺ സ്റ്റൈല്, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനും പറ്റും. ഒരു ഗ്രേ സ്കീമുള്ള ബെഡ്റൂം. നമുക്കറിയാം ബെഡ്റൂം സെറ്റിലേക്ക് ഈ ഒരു ബെഡ് കോട്ടും അതിൻ്റെ സൈഡ് ടേബിളും ഈ കാണുന്ന വാർഡ്രോബും എല്ലാം വരുന്ന ഒരു സെറ്റാണ്. ആ റൂമിലേക്ക് വേറെ ഫർണിച്ചർ എക്സ്ട്രാ വേണ്ട. അതിന് വേണ്ട മിറർ കാര്യങ്ങളൊക്കെ ഡ്രസ്സിങ് ആയിട്ട് സെപ്പറേറ്റ് ഉണ്ടാവും.
മാക്സിമം സ്റ്റോറേജ് കൊടുക്കുന്ന രീതിയിലാണ് ഡോറുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്ഥാപനത്തിൽ വന്നാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഒരുപാട് ഫർണിച്ചർ കളക്ഷനുകളുണ്ട്. നമ്മൾ പരിചയപ്പെടുത്തിയതൊക്കെ പ്രീമിയം ആണ്. അഫോർഡബിൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രീമിയം ഫർണിച്ചറുകൾക്ക് അഫോർഡബിൾ പ്രൈസിൽ കിട്ടും. പ്രീമിയം ഫർണിച്ചറുകളും ഇനി സാധാരണക്കാർക്ക് വേണ്ട ചെറിയ ഫർണിച്ചറുകളും എല്ലാം ഇവിടെ തന്നെയുണ്ട്. ഈ ഒരു സ്ഥാപനം നിൽക്കുന്നത് കടോടി ഫർണിച്ചർ നിന്നിരുന്ന അതേ ഒരു സ്ഥലത്ത് തന്നെയാണ്. നമുക്കറിയാം കുറ്റിക്കാട്ട് പൂവാട്ടുപറമ്പ് ഏരിയയിൽ കല്ലേരി എന്നാണ് പ്രോപ്പർ പ്ലേസ് പറയാം. മെയിൻ റോഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ്. കൂടുതൽ അറിയാനും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.